ഏതായാലും ജീവിതത്തിൽ ഇന്ന് വരെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഒരു 5 സ്റ്റാർ ഷെഫ്. പുള്ളി വർക്ക് ചെയ്യുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അപ്പോൾ നമുക്കൊരു 5 സ്റ്റാർ ഷെഫിൻ്റെ ഫുഡ് ഒന്ന് കഴിച്ചിട്ട് വന്നാലോ? ഈ ഇരിക്കുന്ന മഹാനാണ് ഞാൻ പറഞ്ഞ ഷെഫ് ഫസിൽ, പുട്ടും കടലയും ബൈ ഷെഫ് ഫസിൽ. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയം. ഇദ്ദേഹം ഇവിടെ റിയാദിൽ മാരിയറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി വെൽക്കം ചെയ്ത് തന്നെ നല്ല അടിപൊളി ഫ്രൂട്ട് മിൽക്ക് ഡ്രിങ്കും കൊണ്ടാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അരവണ പായസം ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ടു തന്ന ഒരു സ്നേഹനിധിയായിട്ടുള്ള ഷെഫ് മിസ്റ്റർ ഫസിൽ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, ഇതിന്റെ ഓഫ് ഉണ്ട്, ഒന്ന് റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ കിട്ടിയ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വന്നിരിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് നമ്മുടെ ബീഫ് റോസ്റ്റ്, നല്ല നാടൻ ബീഫ് റോസ്റ്റ്, കുരുമുളക് കിട്ടും. അത് തന്നെ ചിക്കൻ ഫ്രൈ അല്ലേ ഇത്? 65. ഓക്കെ. ഇത് നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ കഞ്ഞി, VIP കഞ്ഞി, പപ്പടം ചുട്ടത്, പിന്നെ റൈത്തയുണ്ട്, പിന്നെ നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ട്, അങ്ങനെ വിത്ത് ഐസ്ക്രീം, പിന്നെ വെൽക്കം ഡ്രിങ്ക് എന്താ നമ്മുടെ പാലും പഴവും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലേ. ഇതിന്റെ ചെലവ് ഇപ്പഴാണ് കേട്ടോ, ലീവ് കിട്ടിയത് ഇപ്പഴായതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് അതിന്റെ എല്ലാ അവസ്ഥ. ഇനിയാണ് സ്പെഷ്യൽ ഐറ്റം നമുക്ക് വരുന്നത്, കഞ്ഞിയും നല്ല ബീഫ് റോസ്റ്റും. എങ്ങനെ ഉണ്ടാവും ആ പരിപാടി? ഇതുണ്ടോ, നല്ല കിട്ടിലും ബീഫ് റോസ്റ്റ് ഉണ്ട്, അതും കഞ്ഞിയും കൂടെ. മാടാ എങ്ങനെ നോക്കിയേ, അതെ ചിക്കൻ 65 വന്നത് കണ്ടോ, നല്ല കിട്ടിലും ബീഫ്. ഇരിക്കട്ടെ, ഭംഗിക്ക് ഇരിക്കട്ടെ, അതെ ഭംഗിക്ക് പിന്നെ കഴിക്കാം കേട്ടോ. ആഹാ. ബീഫ് എന്നല്ലേ, നാടൻ ബീഫ്, നമ്മുടെ നാട്ടിലെ ബീഫ് കറി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. നല്ല ബീഫ് റോസ്റ്റ്, സോറി ബീഫ് കറിയല്ല, പെപ്പർ റോസ്റ്റ് ടേസ്റ്റ്. അത് നിങ്ങൾ 5 സ്റ്റാർ സ്റ്റൈലിൽ പറയുന്നത്, ഞങ്ങൾക്ക് ബീഫ് റോസ്റ്റ്. ഇപ്പൊ ഞങ്ങൾക്ക് പറ്റി, ഞങ്ങളുടെ 5 സ്റ്റാർ ഷെഫ് ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾ കഴിച്ചു, 5 സ്റ്റാർ കഞ്ഞി. അങ്ങനെ വയറും മനസ്സുമെല്ലാം നല്ല സന്തോഷത്തോടെ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഷെഫ് ഫസിലിനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ഈ റിയാദ് പരിസരത്തൊക്കെയുള്ള നന്നായിട്ട് ഭക്ഷണം വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ പാവങ്ങൾക്ക് ഭക്ഷണം തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇൻബോക്സിലേക്ക് വന്നേരും കേട്ടോ. ബൈ ബൈ.